കേരളത്തിലെ റേഷൻ വ്യാപാരികൾ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന 8-9 തീയതികൾ സംസ്ഥാന വ്യാപകമായി കടകൾ അടച്ച് തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ ധർണ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ സമരം രാപ്പകൽ സമരമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ സമരത്തിന് മുന്നോടിയായി 4-ാം തീയതി ബഹുമാനപ്പെട്ട ഭക്ഷ്യവകുപ്പ് മന്ത്രി ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. എന്നാൽ ഈ ചർച്ചയിൽ കാര്യമായ ഒരു തീരുമാനമെടുക്കാൻ ഗവൺമെൻറ്റിന് കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ നിരവധി തവണ പറഞ്ഞു, 6 വർഷമായി കേരളത്തിലെ വ്യാപാരികളുടെ വേതന പരിഷ്കരണത്തെ സംബന്ധിച്ച് യാതൊരു ചർച്ചയും നടന്നിട്ടില്ല. അപ്പോൾ വ്യാപാരികൾക്ക് ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് കേരളത്തിലെ 3000-ൽ പരം വരുന്ന റേഷൻ വ്യാപാരികൾക്ക് 10,000-ൽ താഴെ 6,000-ഉം 7,000-ഉമാണ് മാസവരുമാനം. അതിൽ നിന്ന് അവർക്ക് കറണ്ട് ചാർജ്, കടവാടക, മറ്റ് ആനുകൂല്യങ്ങൾ സെയിൽസ്മാന് കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ വ്യാപാരികൾക്ക് ഈ രംഗം തുടർന്നു കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഗവൺമെൻറ് ഈ മേഖല സംരക്ഷിച്ചില്ലെങ്കിൽ ഇത് ഞങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, കേരളത്തിലെ 95 ലക്ഷം വരുന്ന കാർഡ് ഉടമകളെ കൂടി ബാധിക്കുന്ന ഒരു വിഷയമായി ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ ഈ ശക്തമായ ഞങ്ങൾ ഈ സമര പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞത്, ഈ കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിലെ മാവേലി സ്റ്റോറിൻ്റെ സ്ഥിതി, കേരളത്തിലെ മാവേലി സ്റ്റോറുകൾ അക്ഷരാർത്ഥത്തിൽ സബ്സിഡി സാധനങ്ങളില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തപ്പെട്ടു. നമ്മൾ കാണാം, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിട്ടുള്ളത് ഈ റേഷൻ വിതരണ മേഖലയിൽ മാവേലി സ്റ്റോറും റേഷൻ കടകളും ഒക്കെയാണ്. എന്നാൽ ഇന്ന് ഇത് സംരക്ഷിക്കുവാൻ ഗവൺമെൻറ് തയ്യാറാകാത്ത ഒരു സാഹചര്യം. ഒരുപക്ഷേ ഗവൺമെൻറ് സാമ്പത്തികമായ പരാധീനത ഉണ്ടായേക്കാം, എന്നാലും പബ്ലിക് സെക്ടർ എന്നുള്ള രീതിയിൽ ഇത് സംരക്ഷിച്ച് മുന്നോട്ട് പോകേണ്ട ചുമതല ഗവൺമെൻറ്റിനുണ്ട്. അതിനു വേണ്ടി കൂടിയാണ് ഈ സമരം ഞങ്ങൾ നടത്തുന്നത്. തീർച്ചയായിട്ടും ഈ സമരം വിജയം കാണുന്നതുവരെ ഞങ്ങൾ ഈ 2 ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല. തുടർന്ന് ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി പരിഹാരം കണ്ടില്ലെങ്കിൽ അനിശ്ചിതകാല കടയടപ്പ് സമരം അടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ഇതിനകത്ത് രാഷ്ട്രീയ ഒരു കൊടിയുടെ നിറമോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ ഒന്നുമില്ല. കേരളത്തിലെ AITUC, CITU അടക്കമുള്ള സംഘടനകൾ, ഇതര സംഘടനകൾ ഉൾപ്പെടെ ഈ സമരത്തിൽ പങ്കാളികളായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ മാസം 8-9 തീയതികളിൽ തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ രാപ്പകൽ സമരം നടക്കുകയാണ്. 48 മണിക്കൂർ രാപ്പകൽ സമരം നടത്തുകയാണ്. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്, റേഷൻ വ്യാപാരികൾക്ക് കഴിഞ്ഞ 8 വർഷമായിട്ട് വേതനം വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. റേഷൻ വ്യാപാരികൾക്ക് 6,000, 7,000, 8,000 രൂപയാണ് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്നത്. പല വ്യാപാരികൾ ആത്മഹത്യ വക്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ റേഷൻ വ്യാപാരികൾക്ക് ജീവിക്കാൻ ഉതകുന്ന ഒരു തുക, അതായത് 30,000 രൂപ, ഒരു റേഷൻ വ്യാപാരി റേഷൻ കട തുറന്ന് പ്രവർത്തിച്ചാൽ 30,000 രൂപ ലഭിക്കത്തക്ക വിധത്തിൽ അടിസ്ഥാന വേതനം നിശ്ചയിക്കണം എന്നതാണ് ഞങ്ങളുടെ പ്രധാന ആവശ്യം. കൂടാതെ KTPDS നിയമം കാലോചിതമായി പരിഷ്കരിക്കുക, മറ്റ് ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഞങ്ങൾ മുന്നിൽ വെച്ചിട്ടുണ്ട്. കൂടാതെ ഈ സർക്കാരിന്, പിണറായി ഗവൺമെൻറ് സർക്കാരിന്, 2ാം പിണറായി സർക്കാരിന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി ജയിക്കാൻ കാരണം കേരളത്തിൽ കൊടുത്തിട്ടുള്ള കിറ്റ് വിതരണമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ കിറ്റ് വിതരണം ചെയ്ത കമ്മീഷൻ നാളിതുവരെ റേഷൻ വ്യാപാരിക്ക് ലഭിച്ചിട്ടില്ല. പലതവണ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടും സർക്കാർ വഴങ്ങാത്തതിൻ്റെ പേര് ഞങ്ങൾ ഹൈക്കോടതി, സുപ്രീം കോടതി വരെ പോയി വിധി സമ്പാദിച്ചിട്ടും ആ പണം ഇതുവരെ റേഷൻ വ്യാപാരികൾക്ക് ലഭിച്ചിട്ടില്ല. റേഷൻ വ്യാപാരികൾ ആകെ പട്ടിണിയുടെ വക്കിലാണ്. കാരണം കേരളത്തിൽ അന്നം നൽകുന്ന റേഷൻ വ്യാപാരികൾ ആത്മഹത്യയുടെ വക്കിലാണെന്ന് പറയുമ്പോൾ ഈ സർക്കാർ വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് 48 മണിക്കൂർ കടകളടച്ച് റേഷൻ വ്യാപാരികൾ സമരത്തിൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ സമരത്തിന് അനുകൂലമായ ഒരു വിധി ഉണ്ടായില്ലെങ്കിൽ, അനുകൂലമായി സർക്കാരിൻ്റെ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് കടകൾ അടച്ചുകൊണ്ട് റേഷൻ വ്യാപാരികൾ ഒന്നടങ്കം കടകൾ അടച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാൻ പോകുന്നു. അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഇന്ന് 7, 8, 9 തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് കൊട്ടാരക്കര താലൂക്കിൽ എല്ലാ സംഘടനകളും കൂടി കോർഡിനേഷൻ രൂപീകരിച്ച് ഇന്നിവിടെ ഇത്തരത്തിലൊരു ധർണ നടത്തിയിട്ടുള്ളത്. അതിന് AKRDA, KSRDA, CITU തുടങ്ങിയ 3 സംഘടനകളും ഈ സമരരംഗത്തുണ്ട്. അതുകൊണ്ട് സർക്കാർ ഈ റേഷൻ വ്യാപാരികളോട് കാണിക്കുന്ന അനീതി അവസാനിപ്പിച്ച് ഞങ്ങൾക്ക് 6 വർഷം 7 വർഷമായിട്ട് മുടങ്ങിക്കിടക്കുന്ന നമ്മളെ വേതനം പരിഷ്കരിച്ചു തരണം. ആ പ്രധാന ആവശ്യം നേടിയെടുക്കുന്നവരെ ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. റേഷൻ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടും ഒരു സമരമായി മുന്നോട്ട് പോകാത്തതിന് അടിസ്ഥാനമായ ഒരു കാരണമുണ്ട്. ഈ രാജ്യത്ത് ചുമന്ന കാർഡും മഞ്ഞ കാർഡുകാർക്കും ഉടുതുണിക്ക് മറുതുണിയില്ലാതെ പ്രയാസപ്പെടുന്നവരുടെ അന്നം മുട്ടിച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കരുതി
എന്തെല്ലാം ബുദ്ധിമുട്ട് റേഷൻ വ്യാപാരികൾക്കുണ്ടായാലും ഞങ്ങൾ സമരരംഗത്ത് നിന്ന് പിന്മാറി വരികയാണ്. ഇത് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് യാതൊരു വിധത്തിലും നിവൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിയതിൻ്റെ വെളിച്ചത്തിലാണ് ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത് ശക്തമായ രീതിയിൽ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും. എത്രയും പെട്ടെന്ന് ബഹുമാനപ്പെട്ട സർക്കാർ ഞങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്ത് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.